ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? താനൊരു പരാജയമാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന നിമിഷമാ. മോളെ, പപ്പിയുടെ കാര്യം എങ്ങനെയാ? അവനാദ്യം പൂർണ്ണമായി മാറിയെന്ന് ബോധ്യം വരട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാ നമുക്ക് ആലോചിച്ച് ചെയ്യാം. എത്രയും 100 രൂപ. അച്ഛ ഇറങ്ങച്ച വീടെത്തി. ആ സുഷു എന്താ അച്ഛൻ നോക്കി നിൽക്കണം? വീടെത്തില്ലേ? വാ. സുഷു ഇവിടെ ഇരുന്നാ മതിയോ? എന്റെ അച്ഛ, ഇനി എന്നെ ഇങ്ങനെ ഓടിക്കല്ലേ. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഓട്ടം കഴിഞ്ഞ് വരുമ്പോ എന്നോട് പറ. അല്ലാതെ എന്തിനും അമ്മയോട് വഴക്കിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയാ എന്നാ പിന്നെ ഞങ്ങൾക്ക് അന്വേഷിച്ചെടുക്കാൻ നേരം കാണുള്ളൂ. അല്ലാതെ എന്റെ മോൻ എന്നോട് ക്ഷമിക്ക്. അച്ഛൻ അന്നേരത്തെ ഒരു ഓർമ്മയില് മോൻ എന്നോട് ക്ഷമിക്ക്. അച്ഛന് തെറ്റുപറ്റിയതാടാ. അച്ഛൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അച്ഛനെ തിരക്കിടക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. എവിടെയെങ്കിലും ഉണ്ടെന്നറിയുന്നവരെ വിഷമവും ടെൻഷനുമാ. എല്ലാം കൂടി ഒറ്റയ്ക്ക് താങ്ങി നടക്കുമ്പോഴേ വല്ലാണ്ട് തളർന്നു പോവാ. ചായ കുടിക്ക്. ഒരുപാട് ഓടിയതല്ലേ? എനിക്കൊന്നും വേണ്ട. അച്ഛാ ചായ കുടിക്കച്ച, അല്ലെങ്കിൽ ചൂടാറും. അച്ഛനോട് കുടിക്കാന്നല്ലേ പറഞ്ഞേ? കുടിക്കച്ച. ചൂടുണ്ട്. എന്റെ ദൈവമേ, നാടായ നാട് മുഴുവൻ ഓട്ടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നേ. എന്നിട്ട് ഇവിടുത്തെ ഓട്ടം ഇനി വേറെ. മനുഷ്യനല്ലേ ഇത്? എനിക്ക് മടുത്തു. എന്തൊരു ജീവിതം അത്. ഞാനേ എല്ലാരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത്, മനസ്സിലാ? രാഘവേട്ട, എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറയുന്നത് രാഘവേട്ടന് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല. ഇനി അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ. പിന്നെ രാഘവേട്ടനെ അറിയില്ലേ, ഞാനീ പറയുന്നതൊന്നും മനസ്സിൽ തട്ടി പറയുന്നതല്ല. ഉള്ളി ദേഷ്യം വെച്ച് സംസാരിക്കാനും എനിക്കറിയില്ല. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല.
ഉണ്ടെങ്കിലും അതെന്നോട് മാത്രമാ. രാഘവേട്ടൻ ഒന്നും മനസ്സിലാക്കണം. രാഘവേട്ടനൊപ്പം ജീവിതം തുടങ്ങിയ അതേ അവസ്ഥയിൽ തന്നെയാ ഇപ്പോഴും എന്റെ ജീവിതം നിൽക്കുന്നത്. ആകെയുള്ളൊരു തുണ രാഘവേട്ടൻ മാത്ര. ആകെയുള്ളൊരു ആശ്രയവും രാഘവേട്ടൻ മാത്ര. മക്കൾക്കെല്ലാം ഓരോ അവകാശികളുണ്ട്. എനിക്കന്നും ഇന്നും രാഘവേട്ടൻ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ താങ്ങും തണലും ആകുന്ന, ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഒരേ ഒരാൾ രാഘവേട്ടൻ മാത്രം. ആ രാഘവേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുന്നു എന്ന് അറിയുമ്പോ എനിക്ക് സങ്കടം ഉണ്ടാവാതിരിക്കോ? പറ, എനിക്ക് സങ്കടം ഉണ്ടാവാതിരിക്കോ? ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഭാമേ, 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 ഒന്നും ഞാൻ വേണ്ടിട്ട് ചെയ്യുന്നതല്ല. എന്തൊക്കെയോ പെട്ടെന്ന് തോന്നുവാ. ആ തോന്നല് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോന്നതാ. എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാതായിരിക്കുക. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാന്നോന്ന് ഇപ്പൊ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുക. മരണേ, ഈ മരണം നമുക്ക് അടുത്തു വരുമ്പോഴേ നമുക്ക് ചുറ്റും മുമ്പ് മൺപറഞ്ഞു പോരെല്ലാം വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലയോ? എന്റെ മുമ്പിൽ നിൽക്കുന്നതേ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെയാ. അതിലേറെ വേദനിപ്പിക്കുന്നതേ നമ്മുടെ ആ പഴയ വീടാ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? താനൊരു പരാജയമാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന നിമിഷമാ. തന്റെ കഴിവുകളുകൊണ്ടും സ്വയം നഷ്ടപ്പെടുത്തിയതാ ഇതെല്ലാം എന്നേ ബോധ്യപ്പെടുന്ന ഒരു സമയത്താ. പിന്നെ എങ്ങനെ ഞാനൊരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അല്ലാതിരിക്കുന്ന, സങ്കടപ്പെടാതിരിക്കുന്നത്?